പണ്ട് പച്ചത്തറി പറയുന്നവനും അത് എഴുതി വെക്കുന്നവനുമെല്ലാം നല്ല തല്ലാണ് കിട്ടുക. ഇന്ന് അതിനും കൈയടിക്കാൻ നിൽക്കുന്നവരാണ് കേരളത്തിൽ. ഇത് പറഞ്ഞുകൊണ്ട് വേണം വിനായകന്റെ അസഭ്യ പോസ്റ്റിനെ കുറിച്ച് പറയാൻ. സോഷ്യൽ മീഡിയ തെറി പറയാനുള്ള സ്ഥലമാണ്. വിനായകൻ എന്ന അശ്ലീലത്തിന് കൈയടിക്കുന്നവർ അതാണ് പറയുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് അവർ നടത്തുന്ന സ്വത്വവാദത്തിന് അതിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന മറ്റനേകം ജനങ്ങളുടെ സമൂഹത്തിന് ബാധ്യതയാണ് വിനായകൻ. അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അധിക്ഷേപ പരാമർശത്തെ കണ്ണടച്ച് വിമർശിച്ചവർ പോലും അടൂരിനെയും യേശുദാസിനെയും പച്ചത്തറി പറയുന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തലയിൽ കൈവയ്ക്കും. ഇതുവരെ നടന്ന പ്രതിഷേധങ്ങൾ വെള്ളത്തിലാക്കിയല്ലോ ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിക്കും. ഇതാണോ ഡിജിറ്റൽ ലോകത്തെ ഭാഷ? അത് ചോദിച്ചാലും കൈയടിക്കുന്ന അവതാരങ്ങൾക്ക് മറുപടിയുണ്ട്. അവർണ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ വിനായകൻ അയാൾക്ക് ഏറ്റവും വഴങ്ങുന്ന ഭാഷയിൽ മറുപടി കൊടുത്തു. അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നാണ് വാദം. പച്ച മനുഷ്യനാണ് പച്ചത്തെറി പറയുമെന്ന് പറയുന്നവരോട് നല്ല നമസ്കാരം മാത്രം. സിനിമാ കോൺക്ലേവ് വേദിയിൽ പുഷ്പാവതി പൊയ്പാടത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യം ഉയർത്തിയ വിപ്ലവത്തെ റദ്ദാക്കുക പോലും ചെയ്യുകയാണ് വിനായകന്റെ ഈ അശ്ലീലം. അത് തിരിച്ചറിയുന്നുണ്ടോ ഈ പുലഭ്യത്തിന് കൈയടിച്ചവർ? സൈബർ ഇടതുപക്ഷമെന്ന് ആഘോഷിക്കുന്നവർക്ക് ഇതാണോ ഇപ്പോൾ പുരോഗമന ഭാഷ? തല്ലും കുത്തും പാരവെപ്പും കേസുകളും കൊണ്ട് നടക്കുന്ന മലയാള സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളും ആ മേഖലയിൽ നിന്ന് വിനായകനെതിരെ പേടിച്ച് ഒരു വാക്ക് പോലും പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ കഥകളും ഇരവാദവും ഉയരുമെന്ന് അറിയുന്നവരാണ് സിനിമക്കാർ. പക്ഷേ സമൂഹം, പ്രത്യേകിച്ച് സൈബർ സമൂഹം ഇത് അപലപിച്ചേ മതിയാകും. ഒന്നുകിൽ മാനസിക രോഗിയായി കരുതി വിനായകന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന് നിയമ നടപടി ഉണ്ടാകണം. ദളിത് കുട്ടികൾക്കായി അപ്പോയിന്റ്മെന്റിന് വിളിച്ച ദളിത് ആക്ടിവിസ്റ്റുകളോട് ഒരിക്കൽ ലൈംഗിക ചുവയിൽ മോശമായി സംസാരിച്ച വിനായകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയുമല്ല. പുറത്തിറങ്ങി പറഞ്ഞാൽ നല്ല അടി കിട്ടുന്ന വാക്കുകൾ പറയുന്നത് ഒരു കലാകാരനെ വില കൂട്ടുന്നുമില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ്, അല്ലാതെ സാമൂഹ്യ വിമർശനമല്ല ഈ അസഭ്യം. വിനായകന്റെ പോസ്റ്റിന് കൈയടിച്ചവരിൽ ഇടതുപക്ഷമെന്ന് അഭിമാനിക്കുന്ന പല പേരുകളും കണ്ടു. ഈ വൃത്തികേടിന് കൈയടിച്ച് സ്വയം നാണം കെടരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സൈബർ അണികൾ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നേതാക്കളെയും പുലഭ്യം പറയുന്നത് അതേ പേജിൽ തന്നെ വായിക്കേണ്ടി വരും.